Welcome to Techolas Technologies. This is Reshma here, Senior Data Analytics Trainer over here. So, what is data analysis? എന്താണ് ഡാറ്റ അനാലിസിസ്? ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾ ഓഫ് ദാറ്റ്. സോ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റേൻ്റെ മറ്റൊരു പേര് ഇൻഫർമേഷൻ എന്നാണ്. നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിനെ തമ്മിൽ ക്ലാസിഫൈ ചെയ്ത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കമ്പാരിസൺ ചെയ്ത് പിന്നെ ആ ഇൻഫർമേഷനെ നമ്മുടെ യൂസർ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിന് മനസ്സിലാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഡാറ്റയിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെ ഡാറ്റ അനാലിസിസ് എന്നാണ് പറയുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിമ്പിൾ ഡെഫിനിഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് സിസ്റ്റമാറ്റിക്കലി ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ് അല്ലെങ്കിൽ ഓർ ട്രെൻഡ്സ് ഇൻ ദ information gathered and deciding how to organize, classify, interrelate, compare and display that information. ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തെടുത്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഇന്റർറിലേറ്റ് ചെയ്യാനും കമ്പയർ ആൻഡ് ഡിസ്പ്ലേ ദ ഇൻഫർമേഷൻ ടു അവർ ക്ലയൻറ്റ് and to understand the pattern and trends from the gathered data. നമ്മൾ കളക്ട് ചെയ്ത അല്ലെങ്കിൽ ഗ്യാതേർഡ് ചെയ്ത ഡാറ്റയിൽ നിന്ന് പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡുകൾ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ദർ വിൽ ബി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ്. സോ ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഇൻഫറൻഷ്യൽ അനാലിസിസ്, പ്രെഡിക്റ്റീവ് അനാലിസിസ്, പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ടെക്സ്റ്റ് അനാലിസിസ്, അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ക്ലസ്റ്റർ അനാലിസിസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡാറ്റ അനാലിസിസുകൾ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് ഉണ്ട്. സോ നമ്മുടെ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിലെ അനാലിസിസിലും ഡിഫറൻസ് ഉണ്ടാവുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, അതേപോലെ തന്നെ റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ അതേപോലെ ഗ്രാഫ്സ്, ഡാറ്റ വിഷ്വലൈസേഷൻ ഗ്രാഫ്സ് ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാംസ്, ബാർ ചാർട്ട്സ് ഒക്കെ. അതേപോലെ ഇൻഫറൻഷ്യൽ ഡാറ്റ അനാലിസിസിൽ ഇൻഫറൻഷ്യൽ ഡാറ്റ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഹൈപ്പത്തസിസ് ടെസ്റ്റിംഗ്, കോൺഫിഡൻസ് ഇൻ്റർവൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് ഒക്കെയാണ്. അതേപോലെ പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ്, പ്രെഡിക്റ്റീവ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിഗ്രഷൻ അനാലിസിസ്, മെഷീൻ ലേണിംഗ് അൽഗോറിതം, ടൈം സീരീസ് അനാലിസിസ്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമുലേഷൻ മോഡലിംഗ്, ഒപ്റ്റിമൈസേഷൻ അൽഗോറിതം, ഡിസിഷൻ അനാലിസിസ്. അങ്ങനെ അതേപോലെ ടെക്സ്റ്റ് അനാലിസിസിൽ നമ്മൾ NLP, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനാലിസിസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസുകളാണ് ഉള്ളത്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസുകൾക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്, ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്, പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ആണ്. സോ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽസ് വിത്ത് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. നമുക്ക് കിട്ടിയ ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഹാപ്പൻ, എന്താണോ സംഭവിച്ചത് അതിൻ്റെ റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഉപയോഗിക്കുന്നത്.
ഇനി പ്രഡിക്റ്റീവ് അനാലിസിസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടിയ ഡാറ്റ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ ആ ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഡാറ്റയെ പഠിച്ചിട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഡിക്റ്റീവ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഹാപ്പൻ? നമുക്ക് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡാറ്റ അനാലിസിസ്? Ask, prepare, process, analyze, share and act. ഇത്രയും സ്റ്റെപ്സ് ആണ് ഡാറ്റ അനാലിസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രോബ്ലം, എന്താണ് ഈ ഡാറ്റയിലെ പ്രോബ്ലം, എന്താണ്, വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്നാണ് ആസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് പ്രിപ്പയർ മീൻസ് prepare the data by collecting and storing the information. അതായത് you have to collect the data, you have to gather the data. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രിപ്പയർ എന്ന് പറയുന്നത്. The next one is process. നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ ക്ലീൻഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ആവണം എന്ന് ഒരു നിർബന്ധവുമില്ല. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവും, എറർ ഉണ്ടാവും, ചിലപ്പോൾ ഒരുപാട് ഗ്യാപ്പുകളുള്ള കുറച്ച് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഉണ്ടാവും. അങ്ങനെ ഒരു ന്യൂമറിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ആവണം എന്നില്ല. സോ അങ്ങനത്തെ പല പ്രോബ്ലംസും ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ. സോ യു നീഡ് ടു ക്ലീൻ ദം, ചെക്ക് ദ ഇൻഫർമേഷൻ. അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് അനലൈസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഡാറ്റയെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഡാറ്റയിലുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്, ട്രെൻഡ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം, which is the most important part of data analysis. The next one is share. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചെയ്ത അനാലിസിസ് വർക്ക് you can share with your audience, you can share with your clients. And the last one is act on the data and use the analysis result. ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഡാറ്റ അനാലിസിസ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ, ഡാറ്റേനെ പ്രിപ്പയർ ചെയ്യുന്നു, ഡാറ്റ പ്രിപ്പറേഷൻ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ. ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫൈനലി അനലൈസ് ചെയ്ത നമ്മുടെ ഡാറ്റയെ നമുക്ക് പല ഗ്രാഫുകൾ ഉപയോഗിച്ച് പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഏരിയ മാപ്പ്, വേജ് കാർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസറിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ക്ലയൻറ്റിനായാലും യൂസറിനായാലും പെട്ടെന്ന് നമ്മുടെ ഡാറ്റയിലുള്ള മെസ്സേജ് എന്താണെന്ന് മനസ്സിലാവും. എന്താണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട മെസ്സേജ്, എന്താണ് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, എന്താണ് ഈ ഡാറ്റ എന്തിനെ പറ്റിയുള്ളതാണ്, ഈ ഡാറ്റയിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാവുന്നു എന്നുള്ളതെല്ലാം, ഈ ഡാറ്റ ഇതിൻ്റെ പാറ്റേൺസ് എന്തൊക്കെയാണ്, ട്രെൻഡ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ ഡാറ്റ വിഷ്വലൈസേഷനിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലയൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഫൈനലി വാട്ട് ഈസ് ഡാറ്റ അനാലിറ്റിക്സ് ആൻഡ് ഡാറ്റ അനാലിസിസ്? ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രോഡ് ഫീൽഡ് ഓഫ് യൂസിങ് ഡാറ്റ ആൻഡ് ടൂൾസ് ടു മേക്ക് ബിസിനസ് ഡിസിഷൻസ്. അതായത് ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അതിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് ഡാറ്റ അനാലിസിസ്. ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റ അനാലിറ്റിക്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പെസിഫൈഡ് പ്രോസസ്സസ്. Data analytics involves a wider range of activities and tools to derive actionable insight from data. Data analysis എന്ന് പറയുന്നത് ഡാറ്റ അനാലിറ്റിക്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. I hope you are clear with data analysis. That's all. For more information, kindly contact Techolas Technologies.